ഇങ്ങോട്ട് വന്നാ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അവറ്റകൾ ജീവിതം തന്നെ വെറുത്തു പോകുന്ന രീതിയിലാക്കി ഇറക്കി വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ആ ഏതായാലും നമുക്ക് ശ്രമിക്കാം. ആ ദുർഗ ഇപ്പൊ പഴയ ആളല്ല. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല. നമുക്ക് ശ്രമിക്കാം നാത്തൂനെ. ഞാനത് പറഞ്ഞതാ വല്യമ്മേ, ഈ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. എന്റെ ചേച്ചി ഇനിയെങ്കിലും ഇവള് പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കട്ടെ. അതിന് ഇവക്ക് ഹോസ്റ്റല് തന്നെയാ നല്ലത്. ചേച്ചി ഇവിടാണെ അവള് ഭയങ്കര ഉളപ്പല്ലേ. എന്നാലും ഈ സന്തോഷമുള്ള സമയത്ത് ഇവള് പറഞ്ഞയക്കണ്ടായിരുന്നു. അയ്യോ അത് പറഞ്ഞപ്പോഴാ ചേച്ചി പൃഥ്വി എവിടെ? അച്ഛനാവാൻ പോകുന്നതിന്റെ ചെലവൊക്കെ അവന്റെ അടുത്ത് ചോദിക്കണ്ടേ? അവനകത്തുണ്ട്. അഷിക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങണമെന്ന് കരുതിയതാ. പക്ഷെ ഈ സഹദേവട്ട സമ്മതിച്ചില്ല. എന്തോ നടി നീ. ചേച്ചി അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും വാങ്ങിച്ചാ മതിയോ? അവക്കൂട് ഇഷ്ടപ്പെട്ട തന്നെ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? അതാണ് ഞാൻ അഷിതയെടുത്ത് ചോദിച്ചിട്ട് വാങ്ങിക്കാന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞത്. അത് നന്നായി. പുറത്തെ ഭക്ഷണം അധികമൊന്നും വാങ്ങിക്കൊടുക്കാത്ത തന്നെ നല്ലത്. അഷിക്ക് എന്താ ഇഷ്ടമെന്നുള്ളത് നോക്കി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാലോ. അതാ നല്ലത്. ശരി, അങ്ങനെയെങ്കി അങ്ങനെ. വന്നല്ലോ വനമാല. കൺഗ്രാചുലേഷൻ. സന്തോഷമായടാ. അങ്ങനെ നീയും പ്രാരാബ്ധങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ലോകത്തേക്ക് കടന്നിരിക്കുന്നു. താങ്ക് യു ചെറിയച്ച. അല്ല, അഡ്മിഷൻ കാര്യമൊക്കെ സെറ്റ് അല്ലേ? അതൊക്കെ സെറ്റാ. ഏട്ടൻ എനിക്കുള്ള ട്രീറ്റ് വേഗം സെറ്റാക്കിക്കോ. നിനക്കെന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി, വാങ്ങിച്ചു തന്നേക്കാമേ. ചേച്ചി വിളിച്ച് അഷിതയുടെ പ്രഗ്നൻസി കൺഫേം ആണെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാ തോന്നിയത്. അല്ല സഹദേവേട്ടാ? പിന്നെ അല്ലാതെ എന്താണ് ഇത്? കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കാൻ നീ പണി പറ്റിച്ചല്ലേ? പോവിടുന്നു. കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നതേ ഒരു ഭാഗ്യമാ. അത് ഈശ്വരൻ തരുമ്പോ കൈ നീട്ടി വാങ്ങണം. അതാണ്. അതെ ചേച്ചി വാ, നമുക്ക് അഷിത ഒന്ന് കാണാം. എന്താ എന്റെ ചെലവിന്റെ കാര്യം ഞാൻ മറക്കൂല. 5-6 കുപ്പിന്ന് പൊട്ടണം. ഞാനേ അഷിത ഒന്ന് കണ്ടിട്ട്. ഈശ്വരൻ നമുക്ക് തന്ന നല്ലൊരു അവസരാണിത്. ഈ സാഹചര്യം മുതലാക്കിയ ആ കിരണ്യൻ ദുർഗയും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഇറക്കാൻ പറ്റും. അതെങ്ങനെ? നമ്മൾ കുറെ ശ്രമിച്ചതല്ലേ ഗിരിജെ? എന്റെ നാത്തൂനെ, ഇത്രയും നാള് എന്റെ കൂടെ നടന്നിട്ട് നാത്തൂൻ ഈ ഐഡിയ ഒന്നും തോന്നാത്ത എന്താ? എന്റെ പൊന്നു ഗിരിജ ഒന്ന് തെളിച്ചു പറ. എന്റെ നാത്തൂനെ, ഇപ്പൊ അഷിക്ക് ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഉണ്ട്, പക്ഷെ അത് പേടിക്കാൻ മാത്രമൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? അതെ, അത് നമ്മുടെ ഭാഗ്യം. പക്ഷെ ഡോക്ടർ പറഞ്ഞ ആ കാര്യം വെച്ച് ദുർഗയും കിരണും അവിടെ നിൽക്കുന്നത് അശുമൊക്കെ കൂടുതൽ ടെൻഷൻ കൊടുക്കുമെന്നും അത് കുഞ്ഞിന് ദോഷം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കണം. അത് ശരിയാ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാ ആശയുടെ വയറ്റിലുള്ളത്. അതിന്റെ ഒരു സന്തോഷവും സ്നേഹവും അമ്മയ്ക്കും ദേവേണ്ണും കാണും. അതെ അതെ, ഒരു കണക്കിന് പറഞ്ഞ അതൊരു സത്യമായ കാര്യമാണല്ലോ. ആ ദുർഗയുടെ മുഖം കാണുന്ന തന്നെ അഷിക്ക് ദേഷ്യ. അതെ, അന്നൊരിക്കൽ അശി വന്ന് ദേവേട്ടനോട് ദുർഗയെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു കരഞ്ഞപ്പോ ദേവേട്ടന്റെ മനസ്സലിഞ്ഞ് ദുർഗയും കിരണിനെയും തിരിച്ചു വിളിച്ചത് ഓർമ്മയില്ലേ? ശരിയാ, നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നത് അഷിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമല്ല, ദുർഗയുടെ സുഖവാസം അവസാനിപ്പിക്കാൻ കൂടി വേണ്ടിട്ടാ. മിക്കവാറും കെട്ടിയവനും കെട്ടിയോളും കൂടെ തനിയെ കെട്ടും കിടക്കെടുത്ത് പുറത്തേക്ക് പോവും. അതിനുള്ള പണി ഒപ്പിക്കാനൊക്കെ ഈ വസുമതിക്കറിയാം. ഞാനും കൂടെ വരായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മൾ രണ്ടുപേരെയും കൂടി അമ്മ അങ്ങോട്ട് വിടില്ല. തൽക്കാലം ഞാൻ ആദ്യം പോവാം, എന്നിട്ട് എന്തെങ്കിലും വഴി കണ്ടെത്തി നിന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോവാം. അത് മതി. നാത്തൂൻ എന്ത് ചെയ്തിട്ടായാലും ആ നാശങ്ങളെ അവിടെ നിന്ന് ഓടിക്കണം. ഇങ്ങോട്ട് വന്നാ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അവറ്റകൾ ജീവിതം തന്നെ വെറുത്തു പോകുന്ന രീതിയിലാക്കി ഇറക്കി വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ആ ഏതായാലും നമുക്ക് ശ്രമിക്കാം. ആ ദുർഗ ഇപ്പൊ പഴയ ആളല്ല. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല. നമുക്ക് ശ്രമിക്കാം നാത്തൂനെ.
ഹലോ, ഹലോ, എനിക്കൊരു ഹെൽപ്പ് വേണം. അത് ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. എന്താ പൃഥ്വി കാര്യം? എനിക്ക് പേഴ്സണലായിട്ട് ഒരു ആവശ്യമുണ്ട്. അത് നടത്താൻ നമ്മുടെ കുറച്ച് ആൾക്കാരെ ഒന്ന് വിട്ടു തരണം. ആഹാ, ശരി. ആവശ്യമുള്ള ആൾക്കാരെ നീ അങ്ങ് വിളിച്ചോ. അതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു. താങ്ക്സ് ഒക്കെ പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്താ? നിന്റെ വൈഫ് അഷിത പ്രഗ്നന്റ് ആണോ? അതെ. സോറി, എനിക്കത് അറിയിക്കാൻ പറ്റിയില്ല. നീ അറിയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എല്ലാം അറിയും. നീ വിവാഹം കഴിച്ച സമയത്ത് ഞാനത് വേണ്ടാന്ന് പറഞ്ഞതല്ലേ? വീട്ടുകാരുടെ നിർബന്ധം പറഞ്ഞ് നീ അത് നടത്തി. പക്ഷേ ഇപ്പൊ ഈ കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ വന്നാൽ അത് നിന്റെ ഉത്തരവാദിത്തങ്ങളെയും ജോലിയെയും ബാധിക്കും. അതുകൊണ്ട് ഇപ്പൊ ഒരു കുട്ടി വേണ്ട. എന്താ ഈ പറയുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന സന്തോഷത്തില്ല ഇപ്പൊ ഇവിടെ എല്ലാരും. അതെ, എനിക്ക് വലുത് എന്റെ സന്തോഷങ്ങളാ. നീ എന്റെ ഒപ്പം നിൽക്കുന്നിടത്തോളം എന്നെ അനുസരിച്ചേ മതിയാവൂ. പ്ലീസ് ഉപദ്രവിക്കരുത്. ഡോണ്ട് ബി സില്ലി മാൻ. നീ നല്ലോണം ആലോചിക്കും. എന്നിട്ട് കറക്റ്റായ ഒരു തീരുമാനം എടുക്ക്. ഒരു കുഞ്ഞൊക്കെ വരാൻ നിനക്ക് ഇനിയും സമയമുണ്ട്. അല്ല, ഞാൻ പിന്നെ എന്നെ പിണക്കിയ നീ ദുഃഖിക്കേണ്ടി വരും. അല്ല, ഞാനൊന്ന് പറഞ്ഞോ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണാനും കൊഞ്ചിക്കാനും നീ ഒപ്പം ഇല്ലാതായ പിന്നെ എന്താ കാര്യം? ഓക്കെ, അല്ല, ഞാൻ ഒരു കാര്യം. ബൈ. ഹലോ, ഹലോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓഫീസ് നമ്പറിൽ ആരെങ്കിലും വിളിച്ചാൽ കിട്ടില്ല. ബൈ. ഹലോ, അഖിലിനെ കുറെ നേരം ഞങ്ങൾ ട്രൈ ചെയ്യുന്നു. കോൾ കണക്ട് ആവുന്നില്ലല്ലോ. ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അതാവാനാ സാധ്യതയെന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അല്ലാതെ സെക്കൻഡ് സിമ്മിൽ കോൾ ചെയ്തിരുന്നാലും കോള് കണക്ട് ആവാതെ വരും. അഖിൽ എന്തായാലും അങ്ങനെ ചെയ്ത ഒന്നായിരിക്കില്ല. അതെ. ആ വിഗ്രഹ മോഷണത്തിന്റെ ഡീറ്റെയിൽസ് ഡീപ്പ് അനാലിസിസ് ചെയ്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞിട്ട് എന്തായി? അത് നമുക്കറിയാവുന്നതിനപ്പുറം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എയുടെ ഹെൽപ്പ് കിട്ടുന്നില്ല. എന്നാലും വേറെ പ്ലാറ്റ്ഫോമിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം കിട്ടിയ റിപ്പോർട്ട് ഒന്ന് സെൻഡ് ചെയ്യണേ.